ഹായ് ഗൈസ്. സോ ഇനി നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി കവർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചാൽ ഡോട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഡോട്ടിൻ്റെ മുന്നിൽ എന്താണോ അതാണ് ദിസ് എന്ന് പറഞ്ഞത്. നമ്മുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ നമ്മൾ മൂവി ഡോട്ട് ദിസ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ മൂവി ഒബ്ജക്റ്റ് ഉണ്ട്. മൂവി ഡോട്ട് ഗെറ്റ് ഫോർമാറ്റഡ് ടൈറ്റിൽ എന്ന് വിളിക്കുകയാണെങ്കിൽ ആ മൂവി ഒബ്ജക്റ്റ് എന്താണോ അതാണ് ഇവിടെ ദിസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇത് എല്ലായിടത്തും അപ്ലൈ ആകില്ല. എപ്പോഴാണ് ഫെയിൽ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ താഴത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് മൂവി ഹാൻഡലർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടല്ലേ. സോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ബേസിക്കലി ഇവൻറ്റിൽ അത് സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ആഡ് മൂവി ബട്ടൺ നമ്മൾ എഴുതിയിട്ട് ഡോട്ട് ആഡ് ഇവൻറ്റ് ലിസണർ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ ഫംഗ്ഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യുന്നില്ല. ആഡ് മൂവി ഹാൻഡലർ എന്ന് നമ്മൾ കോഡിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല ബേസിക്കലി. സോ പകരം ഫംഗ്ഷനെ ഇവൻറ്റ് ലിസണറിൽ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ബേസിക്കലി ആരാണ്? ബ്രൗസറാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സെർച്ച് മൂവിയിൽ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ദിസ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇൻ സെർച്ച് എന്ന് പറഞ്ഞ് എഴുതാം മനസ്സിലാവാനായിട്ട്, കോമ. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ദിസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ന് വെച്ചാൽ കൺസോൾ ലോഗ് കിട്ടുന്നത് ഇവിടെ ബേസിക്കലി നിങ്ങൾക്ക് തോന്നാം ഫംഗ്ഷൻ്റെ മുന്നിൽ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത്. നമ്മൾ ഡയറക്റ്റ് അപ്പോൾ ഗ്ലോബൽ കോൺടെക്സ്റ്റ് ആയിട്ട് വിൻഡോ ഒബ്ജക്റ്റ് അല്ലേ വരേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ അത് ശരിക്കും വരണമെന്നില്ല. കാരണം ഡോട്ടിൻ്റെ മുന്നിൽ തിങ് റൂൾ വർക്ക് ചെയ്യുന്നത് നമ്മളെപ്പോഴാണ്? ഫംഗ്ഷനെ സ്വയം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ്, അതായത് നമ്മൾ വിളിക്കുമ്പോഴാണ്. ഒരു എക്സാമ്പിൾ ഇട്ട് പറയുകയാണെങ്കിൽ ABC ഫംഗ്ഷൻ ABC ഡോട്ട് കോൾ ഓഫ് എക്സ് വിളിക്കാം, ABC ഡോട്ട് അപ്ലൈ ഓഫ് എക്സ് വിളിക്കാം. സോ ഇവിടെയൊക്കെ നമ്മൾ ആ ABC ഫംഗ്ഷൻ നമ്മളാണ് ഡയറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ പക്ഷേ ഇവൻറ്റ് ലിസണറിൻ്റെ കേസിൽ ഫംഗ്ഷൻ റൺ ചെയ്യുന്നത് നമ്മളല്ല, അത് ബ്രൗസറാണ്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ഷൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫംഗ്ഷൻ വിളിക്കുന്നത് ബ്രൗസറാണ്. അതുകൊണ്ട് നമ്മളിവിടെ റിമെമ്പർ ചെയ്യേണ്ടത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ കോളിംഗ് ദി ഫംഗ്ഷൻ ബേസിക്കലി. ഓക്കെ, സോ ബ്രൗസർ ഇവൻറ്റ് ട്രിഗർ ചെയ്താൽ ദിസ് എന്നുള്ള ബ്രൗസർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവൻറ്റ് ലിസ്റ്റിന് ഫംഗ്ഷൻ റൺ ആകുന്നതും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ബ്രൗസർ ക്ലിക്ക് ഇവൻറ്റ് ട്രിഗർ ചെയ്യുന്നു, ബ്രൗസർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഫംഗ്ഷൻ കോളിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ആരാണ്? ആ ഇവൻ്റ് ആണ്. കൂടുതൽ പ്രിസൈസ് അറിഞ്ഞാൽ ഇവൻറ്റ് ട്രിഗർ ചെയ്തത് ഏത് എലമെൻ്റ് ആണോ അതാണ് വരുന്നത്. സോ അതായത് ഇവൻറ്റ് ലിസണറിൽ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആകുമ്പോൾ ദിസ് റെഫേഴ്സ് ടു ദി എലമെൻറ്റ് ദാറ്റ് ട്രിഗേഴ്സ് ദി ഇവൻറ്റ്. നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. മനസ്സിലാക്കി ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി കേട്ടോക്കെ ഈ പോയിന്റ്സ്. ഇത് മനസ്സിലായിരിക്കണം. മനസ്സിലായി നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. സോ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി എന്തായിരിക്കും? സോ ദിസ് എന്ന് പറഞ്ഞാൽ സെർച്ച് ബട്ടൺ എലമെൻ്റ് ആണ് അതിൽ കാണിക്കേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണെന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ. നമ്മൾ എഴുതി സെർച്ച്. ഓക്കെ, റീലോഡ് ചെയ്യണമല്ലോ. സോ ബേസിക്കലി ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു, കണ്ടോ? സോ ഇൻ സെർച്ചിൽ നമുക്ക് എന്താ വെച്ചാൽ ദിസ് എന്ന് പറഞ്ഞാൽ സെർച്ച് എലമെൻ്റ് ആണ് നമുക്കിവിടെ സെർച്ച് ബട്ടൻ്റെ എലമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതാണ് നമുക്കിവിടെ ദിസ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഒരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് എലമെൻറ്റ് നമുക്ക് വരുന്നു പറഞ്ഞു. പക്ഷേ ഇത് നോർമൽ ഫംഗ്ഷനിലാണ്. ആരോ ഫംഗ്ഷനിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ എഴുതിയിരിക്കുന്നത് ഇവിടെ നോർമൽ ഫംഗ്ഷനായിട്ട് എഴുതിയിരിക്കുന്നത്, സെർച്ചിൽ ആരോ ഫംഗ്ഷൻ അല്ല. സോ നോർമൽ ഫംഗ്ഷനിലാണ് ഈ എലമെൻറ്റ് നമ്മൾ ഏത് ഇവൻ്റാണോ ട്രിഗർ ചെയ്ത് ആ എലമെൻ്റാണ് ബേസിക്കലി നമുക്കിവിടെ കിട്ടുന്നത് ദിസിൻ്റെ ഉള്ളിൽ. പക്ഷേ ആരോ ഫംഗ്ഷനിൽ അത് സംഭവം ഇങ്ങനെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഓക്കെ, സോ സെർച്ച് മൂവി ഹാൻഡലർ ആരോ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ നോർമൽ ഫംഗ്ഷൻ ആക്കിയിട്ടാണ് നമുക്കിവിടെ ദിസ് കിട്ടിയിരുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു അത് കൺസോളിൽ റൺ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടായി വരുന്നത് ബട്ടൺ എലമെൻറ്റ് തന്നെയാണ്. ഓക്കെ, ഇവൻറ്റ് ലിസ്ണർ ട്രിഗർ ചെയ്ത ഫംഗ്ഷനിൽ ദിസ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് ഏത് എലമെൻ്റാണോ ഫയർ ചെയ്ത് ആ എലമെൻ്റ് ആക്കി ദിസ്സിൽ വരുന്നുണ്ടാവുക. ഓക്കെ, സോ നമ്മൾ കോഡിൽ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യുമ്പോൾ ദിസ് എന്ന് പറഞ്ഞാൽ ഡോട്ടിൻ്റെ മുന്നിലുള്ള ഒബ്ജക്റ്റ് എന്താ വെച്ചാൽ അതാണ് വരിക. പക്ഷേ ഇവൻറ്റ് ലിസണറിൽ ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് എന്ന് പറഞ്ഞാൽ ഇവൻ ട്രിഗർ ചെയ്ത ഏത് എലമെൻ്റ് ആണോ, ഒരു എക്സാമ്പിൾ ബട്ടൺ ആണെങ്കിൽ ആ ബട്ടൺ ആയിരിക്കും നമുക്ക് ദിസ്സിലേ വരുന്നുണ്ടാവുക. ഇത് അപ്ലൈ ആകുന്നത് നോർമൽ ഫംഗ്ഷനാണ്. ആരോ ഫംഗ്ഷനിൽ ഈ ബിഹേവിയർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഞാൻ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.